കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഞായറാഴ്ച പകൽ സമയത്തിനായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ഞായറാഴ്ച ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഈ ഞായറാഴ്ച ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന പകലാണ്. ഹല്ലേലൂയ. വലിയ അനുഗ്രഹം എല്ലാവരുടെ മേൽ ദൈവം ചൊരിയട്ടെ, പകരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥത്തെ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ഒരു ദൈവിക ആലോചന ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതിനാധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ 8-ാം വാക്യമാണ്. ദൂതൻ അവരുടെ അടുക്കൽ ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, ഗബ്രിയേൽ ദൂതൻ 6-ാം മാസത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്ന പുരുഷന് വേണ്ടി വിവാഹം നിശ്ചയിച്ചിരുന്ന ഒരു കന്യകയായ അല്ലെങ്കിൽ മറിയയുടെ അടുക്കൽ കടന്നു ചെന്നിട്ട് ദൈവം തൻ്റെ ആലോചന അറിയുകയാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ മറിയയ്ക്ക് കൃപ ലഭിച്ചു എന്നാണ് ദൂതൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് കൃപ? നാം ചിന്തിക്കണം. അപ്പോൾ ബൈബിൾ പഠിക്കുമ്പോൾ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മുടെ മേൽ ചൊരിയുന്നതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ. ഒരു യോഗ്യതയുമില്ല, ഒരു കഴിവുമില്ല, ഒരു മിടുക്കുമില്ലെങ്കിലും ദൈവം നമ്മുടെ മേൽ പകരുന്നതിൻ്റെ പേരാണ് കൃപയെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. പഴയ നിയമം പഠിക്കുമ്പോൾ നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. ഹല്ലേലൂയ. പുതിയ നിയമം പഠിക്കുമ്പോൾ സകലർക്കും രക്ഷാകരമായ കൃപ ലഭിച്ചു എന്നാണ് ബൈബിൾ പറഞ്ഞത്. അപ്പോൾ കൃപ ലഭിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് അവരുടെ അപ്പോൾ ഈ മറിയോട് പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അപ്പോൾ ആ ചരിത്രം, ആ പശ്ചാത്തലം, ആ കാലഘട്ടങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് കന്യകയിൽ ജനിക്കുമെന്ന് അനേക പ്രവാചകന്മാരുടെ വാഗ്ദത്തമുള്ളതുകൊണ്ട് അനേക സ്ത്രീകൾ, അനേക കുടുംബങ്ങൾ ഈ യേശു ജനിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വലിയ വലിയ കൊട്ടാരത്തിൽ വലിയ വലിയ ഫാമിലികളൊക്കെയും അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് കാത്തിരിക്കുമ്പോൾ ഇവിടെ നോക്കെ ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു അർഹതയുമില്ലാത്ത ഒരു മറിയയുടെ അടുക്കൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ട്, അല്ലെങ്കിൽ ദൂതൻ കടന്നു വന്നിട്ട് പറയുകയാണ്, കൃപ ലഭിച്ചോളെ നിനക്ക് വന്ദനം. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കെല്ലാവർക്കും ദൈവത്തിന് കൃപ ലഭിച്ചിരിക്കുകയാണ്. ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത്, ഒരു മിടുക്കോ കഴിവോ ഹല്ലേലൂയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊങ്ങച്ചം പറയുമ്പോൾ ഒന്നുമില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിൻ്റെ കൃപ എൻ്റെയും നിങ്ങളുടെയും മേൽ ദൈവം പകർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് വീണ്ടും അവളോട് പറയുകയാണ്, ഹല്ലേലൂയ, എന്തിനാണ് ദൈവത്തിന് കൃപ ലഭിച്ചിരിക്കുന്നത്? അവളോട് പറയുകയാണ്, ഹല്ലേലൂയ, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിന് സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. അപ്പോൾ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സംഭവത്തിന് വേണ്ടി, വലിയൊരു പദ്ധതിക്കായാണ് ഈ മറിയ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവളോട് പറയുകയാണ്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഉണ്ടാക്കിയ, ഈ ആകാശത്തെ ഉണ്ടാക്കിയ, നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ഈ സകല ചരാചരങ്ങളെയും ഉണ്ടാക്കിയ ആ ദൈവത്തിന് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ, അല്ലെങ്കിൽ ജനിക്കുവാൻ ഒരു കന്യകയെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഇതാ ഈ മറിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, എത്രയോ കുടുംബങ്ങളുള്ളപ്പോൾ, എത്രയോ കഴിവുള്ളവർ തലക്കനം കാണിക്കുക, എത്രയോ പേരുള്ളപ്പോൾ, ഹല്ലേലൂയ, ഞങ്ങൾ മിടുക്കരാണ്, ഞങ്ങളെന്തോ സംഭവമാണെന്ന് കാണിക്കുന്ന അനേകരുള്ളപ്പോൾ നോക്കുക, ഈ മറിയെ, ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു അർഹതയുമില്ലാത്ത ഒരു പാവപ്പെട്ട വീട്ടിലെ മറിയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വരും, അവൻ ഭരിക്കും, അവൻ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. അങ്ങനെ വലിയ വലിയ വാഗ്ദത്തങ്ങൾ ഈ മറിയയിൽ കൂടെ ദൈവം ദൂതറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, മനസ്സിലായിക്കണം, എനിക്കും നിങ്ങളെയും ദൈവം കൃപയാൽ നിറച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവീയ പദ്ധതിയായി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായി ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ശുശ്രൂഷയ്ക്കായി അല്ലെങ്കിൽ മറ്റു കാര്യത്തിനായി ദൈവികത്തിന് വലിയൊരു പദ്ധതിക്ക് വേണ്ടിയാണ് നമ്മളെ ഓരോരുത്തരും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്.
ഈ മറിയോട് പറയാണ്, ഹാലലുയ ഹാലലുയ നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കണം, അവൻ അത്യുന്നതൻ്റെ പുത്രനാകും. അപ്പോൾ ഒരു വലിയ പദ്ധതിക്കായി ഈ മറിയെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത കാര്യം മറിയ ചോദിക്കുകയാണ്, ഹാലലുയ ഞാൻ പുരുഷനെ അറിയാൽ എങ്ങനെ സംഭവിക്കും? ഇത് എന്നെക്കൊണ്ട് എങ്ങനെ കഴിയും? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഞാനൊരു കന്യകയാണ്, എങ്ങനെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ അടുത്ത കാര്യം ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ കടന്നു വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നേരിടും, ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ ദൈവോത്തരം വിളിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ആ ദൈവ പദ്ധതി നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ കടന്നു വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നേരിടും. അപ്പോൾ ആ ദൈവത്തിൻ്റെ പദ്ധതി എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ദൈവത്തിന് ഈ ഭൂമി ചെയ്തെടുക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നൊരു കാര്യം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരിക എന്നുള്ളതാണ്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ആരെയൊക്കെ ദൈവം പ്രത്യേക ശുശ്രൂഷയ്ക്കായി ഒരു ദൈവ പദ്ധതി, ഒരു രാജാവായി അല്ലെങ്കിൽ ഒരു പ്രവാചകനായി ഒരു വലിയ ശുശ്രൂഷയ്ക്കായി ആരെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടോ അവരുടെ മേലൊക്കെയും പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ശേഷമാണ് അവരെ ദൈവത്തിന് കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ മോശയെ നമുക്കറിയാം, ഇസ്രായേലിൽ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലും ആ മരുഭൂമിയിൽ ചെന്ന് ആ ഹോരീബിൽ വെച്ച് ദൈവം അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവനെക്കുറിച്ച് ഒരു ദൈവീയ പദ്ധതി വെളിപ്പെട്ട് വന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഏലീശായെ അഭിഷേകിച്ചതിന് ശേഷമാണ് ഒരു പ്രവാചക ശുശ്രൂഷയായി അവൻ മാറിത്തീർന്നത്. ആ പൗലോസിനെ അനന്യാസെന്ന് കൈവച്ചപ്പോഴാണ് വലിയൊരു പൗലോസായി ഈ ലോകത്തിൽ തന്നെ സഭയുടെ ഏറ്റവും വലിയ അപ്പോസ്തല ആ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട വലിയ ശുശ്രൂഷ ചെയ്തെടുത്തത്. അപ്പോൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. അത് ചെയ്തെടുക്കാൻ ദൈവം നമ്മുടെ മേൽ പകരുന്നതിൻ്റെ പേരാണ് അഭിഷേകം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ കടന്നു വരും, അതിൻ്റെ ശക്തി നിൻ്റെ മേൽ നേരിടും, ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ ദൈവോത്തരം എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ, ഈ മറിയെപ്പറ്റി ഇവിടെ പറയുന്നത് വിശുദ്ധ പ്രജ ഉണ്ടാവും, അവൾ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവളെക്കുറിച്ചുള്ള ദൈവീയ പദ്ധതി അതാണ്. എന്നാൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി വേറെ ദൈവത്തിന് പല ശുശ്രൂഷയ്ക്കായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതൊരു സ്ഥാനത്ത് ദൈവം കണ്ടെടുത്തായിരിക്കാം. അതൊക്കെ ചെയ്യിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ കടന്നു വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നേരിടും. ഈ ദിവസങ്ങളിൽ ആ മറിയെ പോലെ മറിയ പറയുന്നു, കൃപ ലഭിച്ചവളെ, മറിയോട് പറയുന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, ഹല്ലേലൂയ, ഭയപ്പെടണ്ട, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ഹല്ലേലൂയ, നിന്നെക്കുറിച്ച് ദൈവീയ പദ്ധതിയുണ്ട്. നീ ഈ ദിവസം ലോകത്തിൽ ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യും. ഹല്ലേലൂയ. ആ മറിയെ പോലെ, ആ മറിയ അവസാന വേദഭാഗത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ ഭവിക്കട്ടെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, അവൾ 6-8 മാസം കഴിഞ്ഞപ്പോൾ അവളൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ചു. അവൻ യേശു ജനിച്ചു. പിന്നെ നമുക്ക് കർത്താവിൻ്റെ ചരിത്രവും നമുക്കറിയാം. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ മാതാവ് എന്ന പദവിയിലേക്ക് അവൾ ഉയർത്തപ്പെട്ടു. ഇന്നും പെന്തക്കോസ്തുകാരെ ആരാധിക്കുന്നില്ലെങ്കിലും ഹല്ലേലൂയ, ലോകത്തിലുള്ള സകലരും ബഹുമാനിക്കുന്ന, മരിച്ചിട്ട് പോലും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു നിലയിലേക്ക് ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം, ദൈവഹിതത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം, ദൈവ ഇഷ്ടത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചൊക്കെ വലിയ പദ്ധതിയുണ്ട്, അത് നടക്കട്ടെ. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.